കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്നുള്ളത്. ഇപ്പൊ പുതിയ സ്നേഹത്താൽ ദൈവം നിറച്ചു നൽകിയിരിക്കുന്ന ദിവസമാണ്. ആ സ്നേഹത്തോടെ നിങ്ങളോട് കർത്താവിന്റെ രക്ഷയെ കുറിച്ച് പറയാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേൾക്കുന്നവനിലും പറയുന്നവനിലും ഒരേപോലെ പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. എങ്കിൽ മാത്രമാണ് പറയുന്നത് ശരിയാവുകയുള്ളൂ, കേൾക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനോട് വലിയ ആഗ്രഹത്തോടെ ആയിരിക്കാം. പരിശുദ്ധ അമ്മയോട് വലിയ മാധ്യസ്ഥയെ അയച്ച് പ്രാർത്ഥിക്കാൻ. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് അമ്മ പറഞ്ഞ പരിശുദ്ധാത്മ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചു തരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് തുടങ്ങാം. വിജയിച്ച് പറഞ്ഞു തുടങ്ങിയതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് പാപാവസ്ഥയെ കുറിച്ചാണ്. ദൈവസ്നേഹം നമുക്ക് എന്തുകൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത്. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ യേശു രക്ഷകൻ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പോകുന്നതും. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ അവസാനിക്കുമ്പോൾ വലിയ സങ്കടമൊക്കെ നമുക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്ത എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ ഒരു ആഴ്ചക്കാലം നമ്മൾ വചനത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറെ കൂടി ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. അവിടെ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന അവസാനം നമ്മൾ ക്ലാസ്സിൽ കണ്ട വചനം ഇതായിരുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട് നമുക്ക്, ദൈവമേ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാവുക എന്നുള്ളത്. അവിടെ ആ വചനത്തിന്റെ അവസാനം അടുത്തൊരു വചനമായിട്ട് പൗലോസ്ലീഹ എഴുതി വെക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. 7:25 എഴുതി വെക്കുന്ന അങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. കാരണം പൗലോസ്ലീഹ കൃത്യമായിട്ട് യേശുക്രിസ്തു ആണെന്ന് അത് എഴുതി വെക്കാനുള്ള ഒരു കാരണം, പൗലോസ് അതിനു മുമ്പ് സാവൂളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്ന ഒരു സാവൂൾ ഉണ്ടായിരുന്നു. ആ സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള മാറ്റമാണ്, ആ ഒരു അറിവും ബോധ്യവുമാണ് പൗലോസ്ലീഹ പറയാൻ കാരണം. അത് നമ്മൾ ഓരോരുത്തരെയും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ മരണകരമായ ശരീരത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചത് യേശുക്രിസ്തുവിന് മാത്രമാണ് എന്നുള്ള ആ വലിയ തിരിച്ചറിവ്. അങ്ങനെയാണ് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, അത് യേശുക്രിസ്തുവാണ് നമ്മൾ ഓരോരുത്തരെയും ഈ പാപാവസ്ഥയിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, സാത്താന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്നുള്ളത്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട നമ്മുടെ ലോകം മുഴുവൻ പാപാവസ്ഥയാണ് ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ കഴിയാത്തതിന് കാരണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സഭയും വിശുദ്ധ ബൈബിളും നമ്മളോട് പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. അത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ ഈ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ നടക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് നടന്ന കാര്യങ്ങളല്ല. 2000 വർഷങ്ങൾ, നമ്മളൊക്കെ ജനിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ ഓരോരുത്തരെയും പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. ഇനി നടക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല, നടന്നു കഴിഞ്ഞ സത്യത്തെ കുറിച്ചാണ് ഈ വചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തു രക്ഷിക്കൂട്ടോ എന്ന് പറയാറുണ്ട്. നമ്മൾ രോഗം വരുമ്പോ ഒരു വ്യക്തി വന്ന് നമ്മൾ പറയാണ്, ഇന്നൊരു പ്രശ്നം എന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മൾ പറയും യേശുക്രിസ്തു രക്ഷിക്കൂട്ടോ, അല്ലെങ്കിൽ ഈശോ രക്ഷിക്കൂട്ടോ എന്ന് പറയും. ഈശോ രക്ഷിക്കുമെന്നല്ല, ഈശോ രക്ഷിച്ചു കഴിഞ്ഞോ എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. എല്ലാവരോടും അത് പറയാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് എന്നെ രക്ഷിച്ചു കഴിഞ്ഞതാണ്, എന്റെ പാപകടങ്ങൾ വീട്ടി എന്നെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള വലിയ ബോധ്യവും സത്യവും നാം ഇന്ന് തിരിച്ചറിയണം. അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുമ്പോഴാണ് ആ രക്ഷ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. പാപാവസ്ഥയുടെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, നമ്മുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾ കാരണമാണ് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്തതിന് കാരണം എന്ന് പറയുമ്പോൾ, ഇവിടെ യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് ഇരുന്നു കൊണ്ട് ആ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെ എന്ന് പറയുമ്പോൾ, ആദം മുതൽ ഈ ലോകത്ത് അവസാനം ജനിക്കാനിരിക്കുന്ന വ്യക്തി അവസാനം ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് കൂടി
ഈശോ പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾക്ക് അറിയാം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, എനിക്കിപ്പോൾ 47 വയസ്സായി. ഇവിടെ കേട്ടിരിക്കുന്ന ആന്റിമാർ, ഇപ്പൊ മേരി ആന്റി ഒക്കെ ഡെലിവറി, ഇവരെ എല്ലാം നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെ വയസ്സ് എത്രയാന്നുള്ളത്. നമ്മുടെ ഇതിൽ ഇനി എത്രമാത്രം പാപങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്കും ബോധവും ബോധ്യമൊക്കെ ഉള്ളവരാ. ഇനി അവസാനം ചെയ്യാൻ പോണ പാപം ഏതാണെന്ന് പോലും നമുക്ക് അറിയില്ല. ചിലപ്പോൾ ചെയ്തേക്കാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. പക്ഷെ എല്ലാറ്റിനും സമഗ്രമായ മേഖലയിലും ആ പാപപരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും രക്ഷിച്ചു കഴിഞ്ഞതാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളും സ്നേഹന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ആ യേശു നമ്മളിലേക്ക് രക്ഷ പകർന്നു നൽകുമ്പോൾ ആ രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തതായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിളില് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടാണ്, 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ വാക്ക് കേട്ട് അവന്റെ അടിമത്തത്തിലേക്ക് പോവുകയും അതുവഴി ദൈവസ്നേഹത്തിൽ അകന്നു പോവുകയും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടുകയും മനസ്സിലാക്കിയതുമാണ്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും ദൈവസ്നേഹത്തിന് അകന്നു പോകുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ദൈവം രക്ഷകരെ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഉൽപ്പത്തി പുസ്തകം 3:15 ഇങ്ങനെ പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കൃത്യമായിട്ട് പറയുകയാണ്, രക്ഷകരെ ഞാൻ അയക്കും, അവനിലൂടെ മനുഷ്യരക്ഷ ഞാൻ നേടിയെടുക്കും, നിന്നെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ദൈവമായ കർത്താവ് അവിടെ നമുക്ക് നൽകുന്നുണ്ട്. ആ രക്ഷകൻ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, യേശുക്രിസ്തുവിനെ അയച്ച് അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനായി ജനിച്ചു. ആ യേശു കാലസമ്പൂർണത വന്നപ്പോൾ പ്രവാചകന്മാരിലൂടെയൊക്കെ ആ ഒരു പ്രവചനം വീണ്ടും ആ ഉൽപ്പത്തിന്റെ പുസ്തകത്തിൽ നൽകപ്പെട്ട ആ വാഗ്ദാനം പ്രവാചകന്മാരുടെ, ഏഷ്യ പ്രവാചന പുസ്തകം, മിക്ക പ്രവാചന പുസ്തകത്തിലും, സക്രിയ പ്രവാചന പുസ്തകം, മലാക്കി, ദാനിയേൽ, അങ്ങനെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊക്കെ ആ വാഗ്ദാനം വീണ്ടും ദൈവം പുതുക്കുന്നതും തുടരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ നിയമഗ്രന്ഥങ്ങൾ വായിച്ചു പോകുമ്പോൾ. ആ വാഗ്ദാനത്തെ ഗലാത്യയുടെ പുസ്തകം 4:4 വരുമ്പോൾ നമ്മൾ കാണുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന്, ഈ ലോകത്തിൽ നമ്മളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനായിട്ട് അവൻ ജനിച്ചു, ഈ ലോകത്തിന്റെ നിയമത്തിന് അധീനനായി ജനിച്ചു. അത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കൊണ്ട് യോസേപ്പ് പിതാവ് പേരെഴുതിക്കാൻ വേണ്ടിയിട്ട് ആ നാടിന്റെ നിയമം അനുസരിച്ച്, റോമാ സാമ്രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഉള്ള യഹൂദ മതത്തിന്റെ നിയമം അനുസരിച്ച് യേശുവെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നതും അതോടൊപ്പം പ്രാവുകളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്നുള്ള എല്ലാ തരത്തിലുമുള്ള നിയമത്തിന് അധീനമായിട്ട് തന്നെയാണ് ഈശോ ജനിച്ചത്, നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട്. ഇവിടെ വീണ്ടും മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൾ പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഔസേപ്പിതാവിനോട് ദൈവമായി കർത്താവ് പറയുന്നതാണ്, യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം, ഹീബ്രു വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവം രക്ഷിക്കുന്ന ആ യേശുക്രിസ്തു നിങ്ങൾക്കായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ തന്റെ ജനത്തെ, തന്റെ മക്കളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഔസേപ്പിതാവിന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2:11 നമ്മൾ കാണുന്നു, ആട്ടിടയർക്ക് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു. കൃത്യമായിട്ട് പറയാൻ അവൻ ആരാണ്? രക്ഷകനാണ്, കർത്താവാണ്, ഉടമസ്ഥനാണ്. അവൻ അഭിഷേകം ചെയ്യുന്നതിനല്ല, അഭിഷിക്തനാണ്, അഭിഷേകം ചെയ്യുന്നതിനാണ് അവൻ ഇന്ന് ഇവിടെ ജനിച്ചിരിക്കുന്നു എന്ന്. ജനത്തെ മുഴുവൻ പാപത്തിന്റെയും അതോടൊപ്പം സാത്താന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായ യേശു, അതിലൂടെ മറ്റുള്ളവരുടെ അധികാരിയായി മാറുന്ന, എല്ലാവരെയും ഭരിക്കുന്ന യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എല്ലാവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വീണ്ടും പരിശുദ്ധ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് വചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണ് ശിമയോൻ യേശുവിനെ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശിമയോൻ പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസൻ സമാധാനത്തിൽ വിട്ടയക്കണമേ, എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശിമയോനോട് ദൈവമായ കർത്താവ് പറഞ്ഞിരുന്നു, യേശുവിനെ കാണാതെ അല്ലെങ്കിൽ രക്ഷകനെ കാണാതെ നീ മരിക്കുകയില്ല എന്ന്. അപ്പോൾ രക്ഷകനെ കയ്യിൽ കിട്ടിയപ്പോൾ, ആ ശിശുവിനെ കയ്യിൽ കിട്ടിയപ്പോൾ ആ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ആ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ശിമയോൻ പറയുകയാണ്, എന്റെ സമാധാനത്തിൽ വിട്ടേക്കുന്ന രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളത്. ഇവിടെ വീണ്ടും
നമ്മൾ കാണുന്നത് ആ രക്ഷകനെ ഉള്ള സാക്ഷ്യമാണ്. രക്ഷകനായിട്ട് ജനിച്ച യേശുവിന് പിതാവായ ദൈവം നൽകുന്ന സാക്ഷ്യവും യേശു യേശു തന്നെ നൽകുന്ന സാക്ഷ്യവും സ്നാപകനെ നൽകുന്ന സാക്ഷ്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുകയാണ്, മത്തായി സുവിശേഷം 3:17 പറയുന്നു, പിതാവായ ദൈവം പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഇവൻ തന്നെയാണെന്ന് പിതാവായ ദൈവത്തിന്റെ സ്വരം കേട്ടു എന്ന് നമ്മളോട് അവിടെ വചനം പറഞ്ഞു വെക്കുന്നു. പിന്നെ ലൂക്കായുടെ സുവിശേഷം 4:18-19 ഈശോ തന്നെ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു. എന്താണ് പറയുന്നത്? ആത്മാവ് എന്റെ മേൽ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ആത്മാവിൽ ദരിദ്രരായിട്ട് ജീവിക്കുന്നവരെ, വിനയത്തോടെ എളിമയോടെ ലാളിത്യത്തോടെ ജീവിക്കുന്നവരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സാത്താന്റെ അടിമത്തത്തിൽ ബന്ധനത്തിലേക്ക് പോയവർക്ക് മോചനം നൽകുവാൻ വേണ്ടിയിട്ട്, സാത്താൻ അന്തരാക്കിയവർക്ക്, നമുക്കറിയാം ആദ്യ മാതാപിതാക്കളുടെ ആ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നിരുന്ന അവരോട് സാത്താൻ പറയുന്ന കാര്യം അതാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളതാണ്. അവർക്ക് അന്ധത ബാധിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ സാത്താൻ അവരെ അന്ധതപ്പെടുത്തിയതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവരെ അവരെ കാഴ്ചയിലെ നയിക്കുവാൻ, സാത്താന്റെ അടിമത്തത്തിൽപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള സാക്ഷ്യം ഈശോ നൽകുകയാണ്. ഇങ്ങനെ ഈശോ പറയുന്നത് യോഹന്നാൻ 10:10 പറഞ്ഞു, ഞാൻ ജീവനേകുവാനാണ് വന്നത്, അത് സമർത്ഥമാണ്. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് ദൈവിക നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് രക്ഷകൻ ഈശോ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ യോഹന്നാന്റെ 1-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആ മാമോദിസ സമയത്ത് യോഹന്നാനിലൂടെ മാമോദിസ ദൈവമായ കർത്താവ് ഈശോയ്ക്ക് നൽകുമ്പോൾ, അവനെ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ആ വെളിപ്പാട് തിരിച്ചറിഞ്ഞ് ആ അനുഭവത്തിലൂടെ കടന്നുപോയ സ്നാപക യോഹന്നാൻ പറഞ്ഞു വെക്കുകയാണ്, ഇവൻ തന്നെയാണ് ദൈവപുത്രൻ, ഇവനാണ് ലോകരക്ഷയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതാ വരുന്നു ലോകത്തിന്റെ ഭാഗത്ത് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കൃത്യമായിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയാനുള്ള കാരണം. വീണ്ടും വിശുദ്ധ വചനങ്ങൾ മുഴുവനും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈശോ തന്നെയാണ് നിത്യജീവൻ നൽകുന്ന, ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. അങ്ങനെ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട് അതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, സാക്ഷ്യം നൽകപ്പെട്ട ഈശോ തന്റെ ജീവിതത്തിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് പറക്കുമ്പോൾ ദൈവമായിട്ടുള്ള അനുരഞ്ജനം നഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പാവാസ്ത്ര ക്ലാസ്സിൽ കണ്ടതാണ്. ദൈവ സ്നേഹത്തിൽ അകന്നുപോയ മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധവും തന്നോട് തന്നെയുള്ള ബന്ധവും മറ്റു മനുഷ്യരോടുള്ള ബന്ധവും അതോടൊപ്പം ലോകത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോടുള്ള ബന്ധവും നഷ്ടപ്പെട്ടു എന്ന് നാം തിരിച്ചറിഞ്ഞതാണ്. ഇവിടെ യേശു മനുഷ്യനായി പിറന്നതിലൂടെ വീണ്ടും ദൈവവുമായിട്ട് അനുരഞ്ജനത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ ലേഖനം 2:6 പറയുന്നു, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും, അരൂപിയായിരുന്നു യേശു ക്രിസ്തു. ആ ദൈവത്തിന്റെ രൂപം അതാണല്ലോ, നമുക്കറിയാം, നമ്മളെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ദൈവവുമായ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല, മനുഷ്യന്റെ രൂപത്തിലായി അവൻ മനുഷ്യന്റെ രൂപം പ്രാപിച്ചു എന്നുള്ളത് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. ഇവരുടെ ഒരു മനുഷ്യനായിട്ട് പിറക്കുകയാണ്. കാരണം മനുഷ്യന് സ്വയമേവ രക്ഷപ്പെടാൻ, എല്ലാവരും പാപം ചെയ്ത എല്ലാവരും ദൈവമുഖത്തിന് അനർഹരായി തീർന്നപ്പോൾ മനുഷ്യന് സ്വയമേവ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നറിയാവുന്ന ദൈവം എന്ത് ചെയ്തു? ഒരു മനുഷ്യന്റെ രൂപം, സാധാരണ മനുഷ്യന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് അവനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അവനെ പിതാവായ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഈശോയിലൂടെ ശത്രുതയുടെ, സാത്താൻ കെട്ടിപ്പടുത്ത ആ വലിയ ശത്രുതയുടെ മതിൽ തകർക്കുകയും ദൈവവും മനുഷ്യരും തമ്മിൽ ഉള്ള ശത്രുത അവസാനിപ്പിക്കുകയും അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുകയാണ് ഈശോ ചെയ്തത്. ഈശോയുടെ കുരിശുമരണത്തിലൂടെ സാധ്യമായതാണ്. ദൈവമായിട്ട്, പിതാവായ ദൈവമായിട്ടുണ്ടായിരുന്ന മനുഷ്യന് നഷ്ടപ്പെട്ട ആ ബന്ധം വീണ്ടും തിരികെ പുതുക്കി നൽകിയാണ് ഈശോ ചെയ്തത്. അങ്ങനെ അനുരഞ്ജനപ്പെടുത്തുക ചെയ്തത്. വീണ്ടും നമ്മൾ എഫെസ്യർ 2:15 തുടർന്ന് കാണുന്നുണ്ട്, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഈശോന്റെ കുരിശുമരണത്തിലൂടെ തന്റെ പീഡാസഹനത്തിലൂടെ ശരീരം മുറിഞ്ഞ് രക്തം വാർന്ന് ആ ഒരു വലിയ ഒരു സഹനത്തിലൂടെ ഈശോ ഇല്ലാതാക്കിയത് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യമാണ്. അതുവരെ സാത്താൻ ഉണ്ടാക്കിയിരുന്ന കൽപ്പനയുടെയും ചട്ടങ്ങളുടെ ആധിപത്യം ഈശോ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. വീണ്ടും നമ്മള് കൊളോസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മൾ പറയുന്ന കാര്യമുണ്ട്,
സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. പിതാവായ ദൈവം സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും. അപ്പോൾ മനുഷ്യവർഗത്തെ മാത്രമല്ല, സകല വസ്തുക്കളെയും, നമുക്കറിയാം നമ്മുടെ ഭവന എല്ലാറ്റിനെയും അവനിലൂടെ, യേശുക്രിസ്തുവിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും ഒന്നിച്ചു ചേർക്കുക, വീണ്ടും ആ പുതുക്കി അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കുകയും അനുരഞ്ജിപ്പിക്കുക, വീണ്ടും കൂട്ടിച്ചേർക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. മനുഷ്യവർഗത്തെ നഷ്ടപ്പെട്ടു പോയ സമാധാനം, നമ്മൾ ആദ്യം മാതാപിതാക്കൾക്ക് ദൈവസ്നേഹത്തിൽ അകന്നു പോകേണ്ടി വന്നപ്പോൾ ഉണ്ടായ ആ വിഷമവും വേദനയും പേടിയും ഒക്കെ ഭയമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജീവിതത്തിലും ഈ അനുരഞ്ജനം നിരന്തരം നടക്കുന്നുണ്ട്. വിശുദ്ധ ബലിയിലൂടെയും മറ്റു കുദാശകളിലൂടെയൊക്കെ ഈ അനുരഞ്ജനം വീണ്ടും വീണ്ടും സാധ്യമാക്കുന്നുണ്ട്. ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ഈ അനുരഞ്ജനം നിരന്തരം സാധ്യമാകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ ഓടി ദൈവസന്നിധിയിൽ അണയാനുള്ള ഒരു ആ രക്ഷ വീണ്ടും അനുഭവിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ഈശോ നമ്മളെ ഓരോരുത്തരെയും പിതാവുമായിട്ട് വീണ്ടും അനുരഞ്ജിപ്പിക്കുകയും തന്റെ കുരിശുമരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും സാത്താന്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് നമുക്ക് പാപ പരിഹാരം ചെയ്ത് നമ്മൾ ഓരോരുത്തരും രക്ഷിച്ചു കഴിഞ്ഞതാണ്. കുരിശുമരണത്തിലെ ഈശോ വ്യക്തമായിട്ട് നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മുതൽ അവസാനം ജനിക്കാൻ പോകുന്ന വ്യക്തി ചെയ്ത പാപങ്ങൾ കൂടി ഈശോ തന്റെ കുരിശുമരണത്തിലൂടെ ആ പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു. അതിലൂടെ നമ്മൾ ഓരോരുത്തരെയും സാത്താന്റെയും പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിച്ചു, മോചനം നൽകി കഴിഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സത്യമാണത്. അതുകൊണ്ടാണ് പത്രോസ് തന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. എല്ലാവരും പാപം ചെയ്ത ദൈവമഹത്വത്തിന് അനർഹരായി തീർന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ എല്ലാവരും നീതിരഹിതരായി തീർന്നു എന്നുള്ളത് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ നീതിരഹിതരായി തീർന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് യേശു കുരിശിൽ മരിക്കുകയും പാപങ്ങൾ പരിഹാരം ചെയ്യുകയും ചെയ്ത വഴി അങ്ങനെ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ നീതിരഹിതർക്ക് വേണ്ടിയിട്ട് യേശുക്രിസ്തു, നമുക്ക് നീതിമാനായ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് മരിച്ചു. പാപമില്ലാത്തവനെ അവൻ പാപമാക്കി മാറ്റി, പാപിയാക്കി മാറ്റി എന്നല്ല വചനം പറയുന്നത്. പാപം അറിയാത്തവനെ അവൻ പാപമാക്കി വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്, എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പാപം അറിയാത്ത യേശുക്രിസ്തുവിനെ പാപമാക്കി, പരിശുദ്ധനായ യേശുവിനെ പാപമാക്കി മാറ്റി അവന്റെ കുരിശുമരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും നീതീകരിച്ച് രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഈ രാത്രി ഉണ്ടാകണം. കൊളോസ്യർക്ക് എഴുതിയ 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചു. അന്ധകാരം എന്ന് പറയുമ്പോൾ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചു. യേശുക്രിസ്തു നമ്മളെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനം ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലാണ് നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നതെന്ന് പൗലോസ് നമ്മൾ ഓരോരുത്തരെയും ഓർപ്പിക്കുക ചെയ്യുന്നത്. പൗലോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും നമ്മളോട് പറഞ്ഞു വെക്കുന്നു, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും. എന്താണ് നമുക്ക് ദോഷകരമായിട്ട് നിന്ന ലിഖിത നിയമങ്ങൾ? പാപം ചെയ്തവൻ മരണത്തിന് അർഹനാണ്, പാപത്തിന്റെ വേതനം മരണമാണ്. അങ്ങനെ കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ലിഖിത നിയമങ്ങളെ എല്ലാം അവൻ കുരിശിൽ മായ്ച്ചു കളയുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്തു, ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അതുകൊണ്ട് സാത്താന്റെ എല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും യേശു നിരായുധമാക്കി. ഇനി അവന് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഇല്ലായ്മ ചെയ്തു തന്നെയല്ല, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. ഈശോ ഇതിന്റെ എല്ലാം മേൽ സാത്താന്റെ മേൽ വിജയിച്ചവനാ. പക്ഷെ ഇപ്പോഴും എന്നിട്ടാണ് ഈശോ നമ്മൾ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിജയിച്ചവനായ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്നുള്ളത്. പക്ഷെ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്രമാത്രം ഭയത്തിലുണ്ട്. നമ്മൾ പാവാസിൽ കടന്നു പോയപ്പോൾ നമുക്കറിയാം എത്രമാത്രം ഭയമൊക്കെയ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മൾ തിരിച്ചറിയണം, യേശു ക്രിസ്തു വിജയിച്ചു കഴിഞ്ഞവന, അവന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു ക്രിസ്തു നമുക്ക് രക്ഷ നേടി തന്നാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഈ ദിവസങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് യോഹന്നാൻ, നമ്മൾ നേരത്തെ കണ്ട വചനമാണ്, ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെ പാപങ്ങൾക്ക്. യേശു ക്രിസ്തു ലോകം മുഴുവന്റെ പാപങ്ങൾക്ക്, എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞവനാണ്. അവർ ഉദ്ധാനം ചെയ്തു. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവൻ മരിക്കുക മാത്രമല്ല, അവർ ഉദ്ധാനം ചെയ്യുക കൂടി ചെയ്തു. അവിടെ നമ്മൾ വായിക്കുന്നു, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉദ്ധാനം ചെയ്ത യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ഞാനാണ് നിങ്ങളുടെ അധികാരി, ഇനി ഉടമസ്ഥൻ. ഉദാഹരണം ചെയ്തുകൊണ്ട് ഈശോ എന്താണ് പറഞ്ഞത്? അവൻ തെളിയിക്കുകയായിരുന്നു, നമ്മുടെ എല്ലാ കടം വീട്ടപ്പെട്ടു എന്ന് അവൻ കൃത്യമായിട്ട് പറയുകയാണ്. അവിടെ തെളിവ് നൽകുകയാണ് ചെയ്തത്. തെളിവ് നൽകുകൊണ്ട് അവൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ കടവും ഞാൻ വീട്ടി കഴിഞ്ഞു. ഇനി നിങ്ങൾ അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ടവരാണ്. എല്ലാ അധികാരവും എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്ന് യേശു നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ 3-4 വാക്യത്തിൽ പൗലോസ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തപ്പോൾ, അവൻ നമ്മളോരോരുത്തരെയും കർത്താവായി മാറിയപ്പോൾ, ഉടമസ്ഥനായി മാറിയപ്പോൾ, അതിലൂടെ അവൻ നമ്മളോരോരുത്തരെയും നീതീകരിച്ചു. നീതിരഹിതർക്ക് വേണ്ടിയിട്ടുള്ള നീതിമാന്റെ മരണം നീതിരഹിതായ ഓരോ മനുഷ്യർക്കും നീതീകരണമായിട്ട് മാറി എന്ന് വചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നു. നീതിരഹിതരായിരുന്ന മനുഷ്യവർഗത്തിന് മുഴുവൻ പാവമറിയാത്തവനെ പാപമാക്കി മാറ്റി നീതിമാനായവന്റെ മരണത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും നീതീകരിച്ചു. നമ്മൾ ഓരോരുത്തരെയും നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മർക്കോസിന് ശേഷം 16-19 വാക്യത്തില് ദൈവമായ കർത്താവ് പറയുന്നത്, കർത്താവ് യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായി. ദൈവമായ കർത്താവ് അല്ലെ ഈശോ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായി ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? എന്നിട്ട് പറയാണ് ഗലാത്യ 5:1 അതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിമോചിപ്പിച്ചു. അടിമത്തത്തിലായിരുന്ന മനുഷ്യരെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക്, സാത്താന്റെ അടിമത്തിൽ നിന്ന്, പാവത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വേണ്ടി, എളിമയോടെ, സ്നേഹത്തോടെ, ലാളിത്യത്തോടെ ജീവിക്കുവാൻ വേണ്ടി ക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് കാണിച്ചത്, അതുപോലെ ജീവിക്കുവാൻ വേണ്ടി ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് അവൻ നമ്മൾ ഓരോരുത്തരെയും സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിച്ചു എന്ന് വചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. ആണ് യോഹന്നാന്റെ സുവിശേഷം 1-12 ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന് പറയുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുന്നവർ, യേശുവിനേക്ക് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നവർക്ക്, അവനെ വിശ്വസിക്കുന്നവർക്ക്, അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ, ദൈവമക്കളുടെ വലിയ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള കൃപ അവൻ നൽകി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. 2013 വരെ, 2000 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ 13 വർഷം ദൈവം പറയുന്നതിന് എതിരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ 2013 ഒരു ധ്യാനത്തിൽ വെച്ച് ദൈവമായ കർത്താവ് നൽകിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് യേശുവിന്റെ രക്ഷകനാണ് എന്നുള്ളത്. അതുവരെ എൻ്റെ ഒരു ചിന്ത മരിച്ചാൽ മതി, കാരണം രക്ഷയില്ല എനിക്ക്, കാരണം മുന്നോട്ട് പോകാനാവില്ല. ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ ആരെങ്കിലും എന്നെ കൊല്ലും എന്നുള്ള പേടിയും ഭയവും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആ ധ്യാനത്തിൽ വെച്ച് യേശു രക്ഷകനാണ്, അവൻ എന്നെ രക്ഷിച്ചു കഴിഞ്ഞതാണ്, ഇനി എന്റെ ജീവിതം അവന് കൊടുക്കണം, അതിലൂടെ എന്റെ ജീവിതത്തിൽ നിരന്തര രക്ഷ അനുഭവിക്കണം എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നൽകിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നോളം ആ രക്ഷയിലൂടെ അനുഭവത്തിലൂടെ നിരന്തരം ഇപ്പോൾ പോലും കടന്നു പോകുവാൻ വേണ്ടിയുള്ള കൃപ ദൈവമായ കർത്താവ് നിരന്തരം നൽകിക്കൊണ്ടായിരിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ കാര്യം മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഈ രക്ഷയുടെ അനുഭവത്തിലൂടെ നിരന്തരം കടന്നു പോകാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. നമ്മുടെ പാപാവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നിരന്തരം കടന്നു പോകാനുള്ള കൃപ ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകും. ഇവിടെ യേശു എന്ന നാമത്തിന്റെ അർത്ഥം നമുക്കറിയാം, ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. യേശു തന്റെ കുരിശുമരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും രക്ഷകനായി മാറിക്കഴിഞ്ഞതാണ്. അവൻ ഉദ്ധാനം ചെയ്തതിലൂടെ നമ്മുടെ കർത്താവായി മാറിക്കഴിഞ്ഞതാണ്. അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തതിലൂടെ നമ്മൾ ഓരോരുത്തരെയും വീണ്ടും അഭിഷിക്തനായി തീർന്ന അവൻ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കൃപ നമുക്ക് നൽകി കഴിഞ്ഞതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും രക്ഷിച്ച് നമ്മൾ ഓരോരുത്തരെയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ആ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാനാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സ്തുതി നൽകുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. ആ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നതിലൂടെ ഈ രക്ഷയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഓരോരുത്തരോടും വീണ്ടും പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരസ്പരം സ്തുതി ചൊല്ലുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ യേശു നമ്മൾ ഓരോരുത്തരെയും നമുക്ക് വേണ്ടിയിട്ട് തന്റെ കുരിശുമരണത്തിലൂടെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും, ഉദ്ധാനം ചെയ്ത് നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ ഭരണം നടത്തുന്ന കർത്താവായി തീർന്നതാണെന്നും, അവൻ അഭിഷിക്തരായ അവൻ ക്രിസ്തുവായി തീർന്ന അവൻ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് ദൈവമക്കൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കൃപ നമുക്ക് ഓരോരുത്തരും നൽകി കഴിഞ്ഞാണെന്നുള്ള വലിയ തിരിച്ചറിവും ബോധ്യം നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവും ബോധ്യത്തിലേക്കും പരിശുദ്ധാത്മാവും നമ്മൾ നിരന്തരം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ല, കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രി കാലങ്ങളിൽ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ബോധത്തിൽ കടന്നു പോകാനുള്ള കൃപ ആത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.